ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ചിക്കൻ ലോഡഡ് ഫ്രൈസ് എങ്ങനെ ആക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക മക്കളെ ഫേവറേറ്റ് ആയിട്ടിരിക്കുക മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം ഇത് വലിയക്കും എല്ലാവർക്കും ഇഷ്ടമേ. അപ്പോൾ നിങ്ങൾ ഇത് ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് വലിയ സൈസുള്ള 3 പൊട്ടാറ്റോ നിങ്ങൾക്ക് എത്ര വേണോ അത് പിന്നെ എത്ര എടുത്തെങ്കിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് ആക്കുറെങ്കിൽ അതും ആവും, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുറത്തുള്ള ഫ്രോസൺ എല്ലാം കിട്ടറില്ലേ അത് കൊണ്ടിട്ട് നിങ്ങൾ ആക്കുറെങ്കിൽ ഇതിൽ ഈസി ആവും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പൊട്ടാറ്റോ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയിട്ട് ഞാൻ ഇതിൽ കട്ടറേ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാൻ നോക്കൂ. അപ്പോൾ ഞാനിവിടെ 3 പൊട്ടാറ്റോ എടുത്തേ. അതിതാ ഇതുപോലെ ഞാൻ ഇതിൽ കട്ടറല്ലേ ഇതുപോലെ തിന്നായിട്ട് കട്ടാക്കി എടുക്കണം. ചുമ തിന്നായിട്ട് കട്ടാക്കണ്ട, അതാ ഇതിൽ കണ്ടല്ലേ ഇങ്ങനെ കട്ടാക്കി എടുത്തെങ്കിൽ എല്ലാം ഇതുപോലെ കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ കട്ടാക്കി എടുത്തേ. ഇനിയിപ്പോൾ ഈ കട്ടാക്കി വെച്ച പൊട്ടാറ്റോ ഉണ്ടല്ലേ അത് ഒരു ബൗളിൽ ഞാനിവിടെ തില്ല ഐസ് തന്നെ വെച്ചേ. അപ്പോൾ ഐസ് തണ്ണിയിൽ തില്ല നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഐസ് തണ്ണിയിൽ ഇക്കട്ടത്. അതിൽ പിന്നെ എടുത്തിട്ട് അപ്പോൾ സ്വർക്ക് കൽകി എടുക്കണം. ഇതിലുള്ള എക്സ്ട്രാ സ്റ്റാർച്ച് എല്ലാം ഇക്കറല്ലേ അതെല്ലാം പോകണം, പൊടിയെല്ലാം ഇക്കറല്ലേ അതെല്ലാം പോകണം. ഒരു തെല്ല നേരം ഇങ്ങനെ ഐസ് തണ്ണിയിൽ ഇട്ടിട്ട് അതിൽ പിന്നെ ഒന്ന് കൽകി എടുത്തിട്ട് ഞങ്ങൾ ഇതിന് തെല്ല് ഇത് ബോയിലാക്കി എടുക്കണം. അപ്പോൾ കൽകി എടുത്തേ ഇതാ ചൂട് തണ്ണി ചൂടാക്കി വെച്ചിട്ട് ചൂടായിട്ടുണ്ടോ അതിൽ ഞങ്ങൾ ഈ പൊട്ടാറ്റോ ഇട്ടിട്ട് അതിൽ ഞങ്ങൾ തെല്ല് വിനീഗർ അതേപോലെ തെല്ല് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ വിത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഇതൊരു 5-6 മിനിറ്റ് ഇതൊന്ന് നല്ല ഒന്ന് പയക്കണം. നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ബോയിൽ അവിടെ അല്ല ബേവിടെ അല്ല, ഒരു 5-6 മിനിറ്റ് അത്രമേ അതിനെക്കാട്ടി അര വേണ്ട, നല്ല ഒന്ന് പയച്ചിട്ട് പറ്റുക ഇതുപോലെ. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഒരു 6 മിനിറ്റ് ഞാനിവിടെ വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കത് മയാവും ചുമ വേവ് തീരാം ഒരു ഹാഫ് ഇങ്ങനെ ഒന്ന് പയച്ച് നല്ല ഒന്ന് പയക്കറല്ലേ ഒരു 5-6 മിനിറ്റ് അത്രയും മയാവും. അപ്പോൾ ഇതാ ബോയിലാക്കി പൊട്ടാറ്റോ ഇതാ ഇതുപോലെ എടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ എക്സ്ട്രാ തണ്ണിക്കറല്ലേ തണ്ണിയുടെ പസയ്ക്കറ് അതൊന്നങ്ങ് ഇതാ ഇതുപോലെ ടിഷ്യൂ പേപ്പറില അതല്ലെങ്കിൽ കോട്ടൺ തുണിയില ചന്ത ഇതുപോലെ ഒപ്പിയെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം തണ്ണിയുടെ പസയ്ക്കറ്. അതിൽ പിന്നെ തെല്ല് ചൂട് തണ്ണിയാൽ പിന്നെ ഇതിക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. 2-3 ടേബിൾ സ്പൂണോ നോക്കിയിട്ട് പിന്നെ എത്ര ഇട്ട് കൊടുക്കറോ ഇട്ടിട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിക്ക് നിങ്ങൾ എക്സ്ട്രാ മസാല ಬೇರೆ ഇട്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അതെന്ത് ഇടില്ല, ಖಾಲಿ കോൺഫ്ലോർ മാത്രം. ഞാൻ ചിലപ്പോൾ ഗാർലിക് പൗഡർ കസൂരി മേത്തി ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെതെല്ലാം ഇട്ടേ അതെല്ലാം വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ഇതുപോലെ ಖಾಲಿ കോൺഫ്ലോർ മാത്രം ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ തെല്ല് നേരം ഫ്രിഡ്ജിൽ വെക്കണമെന്നിട്ടേ ഇല്ല, ബാക്കി സോറായിട്ട് വരുമ്പോൾ അത്ര നേരം ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കറേ. അതിൽ പിന്നെ ഇതാ ചിക്കൻ എടുത്തിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തേ. അത് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കണം. അതിക്ക് ഞങ്ങൾ നല്ല മുളക് പൊടി ഈ ചിക്കൻക്ക് അതേപോലെ ഞങ്ങൾ ഇഷ്ടമുള്ള മസാല ഇടാം. ഞാനിപ്പോൾ നല്ല മുളക് പൊടി മഞ്ഞളുടെ പൊടി തെല്ല് സോയ സോസും അതേപോലെ തെല്ല് ചില്ലി പൗഡർ പിന്നെ ഈ മസാല ഇട്ടേ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല നിങ്ങൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും മസാല പൗഡറെല്ലാം പേരുണ്ടെങ്കിൽ അതെല്ലാം ഇടാം. ഞാനിപ്പോൾ ഇത് മുളക് പൊടി ഇട്ടേ തെല്ല് ഗരം മസാല ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇത് തെല്ല് അര റെസ്റ്റ് ഉപയോഗിക്കണം. വേറെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഞ്ചി വെല്ലുള്ളി അതെന്ത് ഇട്ടിട്ടില്ല, അത് വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മസാല പൗഡർ അതെല്ലാം ഇട്ടിട്ടെങ്കിൽ അതും ഇടാം. നിങ്ങൾ ഇഷ്ടമുള്ള മസാല ഇടാം ഞങ്ങൾക്ക്. അപ്പോൾ ഇതിനെന്താ ഇതുപോലെ മസാല ഇട്ടിട്ട് അര ഗಂಟೆ റെസ്റ്റ് ഉപയോഗിക്കുക. അര ഗಂಟೆ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഞങ്ങൾ ഇത് തെല്ല് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം. അതൊരു 2-3 ടീസ്പൂൺ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുത്തെങ്കിട്ട് കോൺഫ്ലോർ അതല്ലെങ്കിൽ തെല്ല് മൈദാരിയുടെ പൊടി അങ്ങനെ ഇട്ടെങ്കിൽ അതും ആവും. ഞാനിപ്പോൾ കോൺഫ്ലോർ ഇട്ടിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കണം. ചന്ത ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾക്ക് ചുമ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കിടല്ല, തെല്ല് സോഫ്റ്റ് ആയിട്ട് വേണോ, ചുമ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ചിക്കൻ എല്ലാം ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എടുക്കുക കണ്ടല്ലേ ഇതുപോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ചിക്കൻ എടുക്കണമെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൊറടി വേണമെങ്കിൽ കൊറടി എടുക്കുക. ബാക്കി ചിക്കൻ എല്ലാം ഇതേപോലെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇത് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കണ്ട, തെല്ല് സോഫ്റ്റ് ആയിട്ട് വേണോ. അപ്പോൾ ഡ്രൈ ആക്കി നിങ്ങൾ എത്ര നല്ലാവില്ല ഇതാ കണ്ടല്ലേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ചിക്കനും കൂടെ ഫ്രൈ ആക്കി എടുത്താൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് പിന്നെ ചീസ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പാൻ വെച്ചിട്ട് ഞങ്ങൾ തെല്ല് ബട്ടർ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. മൈദ എടുക്കുമ്പോൾ ഞങ്ങൾ വലിയ സ്പൂണിൽ എടുക്കുമ്പോൾ ഇങ്ങനെ നിറച്ചും എടുക്കുക ലെവലാക്കിയിട്ട് 1 സ്പൂൺ എടുത്തെങ്കിട്ട്. അപ്പോൾ മൈദ ഇട്ടിട്ട് തെല്ലിനാറ് ഇതിൽ നല്ല ഇത് കുക്കായിട്ട് പറഞ്ഞു ചെറിയ തീയിൽ വെച്ചുള്ളൂ. ആ മൈദ ഒന്ന് കുക്കായിട്ട് ഇതുപോലെ ചെന്ന മിക്സ് ആക്കി എടുക്കും തെല്ലിനാറ. അതിൽ പിന്നെ 1 കപ്പ് പാൽ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പാൽ എടുത്തേ. അതും അങ്ങനെ പാൽ ഉറക്കമേ ബീത്തണ്ട, തെല്ല് ബീത്തിട്ട് നല്ല മിക്സ് ആക്കി എടുത്തെങ്കിട്ട്. ചിലപ്പോൾ ഉറക്കം ബീത്തുമ്പോൾ ഇങ്ങനെ ഗിറ്റെല്ലായിട്ട് മിക്സ് ആവുകയുള്ള തെല്ല് കഷ്ടാവും. അതുകൊണ്ട് തെല്ല് ബീത്തിട്ട് നല്ല ഇത് മിക്സ് ആയാൽ പിന്നെ ബാക്കി പാൽ ബീത്തിങ്ങിട്ട്. അപ്പോൾ ഇത് 1 കപ്പ് പാൽ എല്ലാം ബീത്തി കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുക, ചെറിയ തീയിലേ ബേക്കണ്ട, ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കിക്കൊണ്ട് വേണോ തിക്കായിട്ട് ബർട്ടിയത്. അപ്പോൾ അതിലിടയ്ക്ക് ഞങ്ങൾ ഇത് തെല്ല് നല്ല മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ടേസ്റ്റ് വേണം എത്ര ഉപ്പ് കറക്റ്റാക്കി കൊടുക്കുറോ. ഉപ്പ് ഇല്ലാന്ന് ക്രീം അത്ര നല്ലവല്ല. പിന്നെ ഞങ്ങൾ ഇതിക്ക് ഇത് ചീസ് ഇട്ടാ
അപ്പോൾ അതിൽ തെല്ല് ഉപ്പിക്കിற അപ്പോൾ നോക്കിയുള്ളവരും കറക്റ്റാക്കി കൊടുക്കുറോ. അപ്പോൾ ಇದಕ್ಕೆ ನಾನು ನೋಡಿ ಚೀಸ್ ಇಡುമ്പോൾ ಚೆಡರ್ ಚೀಸ್ ಉಂಡಲ್ಲ ಸ್ಲೈಸ್ ಚೀಸ್ ಉಂಡಲ್ಲ ಅದು ಇಟ್ಟಂಗೈತೆ ಅದು ಇತ್ತರೆಗೆ ನಿಂಗೆ ಅವರು ಜಂಡು ಸ್ಲೈಸ್ ಅದೆಲ್ಲ ഒരു 3 സ്ലൈസ് എല്ലാം വേണോ നോക്കിയുള്ളൂ ജണ്ടെല്ലാം മയ്യാവോ വേറെ ടൈം ഒരു 3 എല്ലാം നോക്കിയിട്ട് നോക്കിയിട്ടിട്ടെങ്കിട്ട് ഇപ്പോൾ ജണ്ട് സ്ലൈസ് അപ്പോൾ ഞാൻ നിങ്ങളെ കയ്യിൽ എക്സ്ട്രാ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും ഇടാം ഞാനിപ്പോൾ ജണ്ടും ഇട്ടേ മൊസറല്ല ഇട്ടേ പിന്നെ അതുപോലെ ചെഡാറും ഇട്ടേ അപ്പോൾ ചെഡാർ ഇതാ ഞാനോട് ഇത് എൻ്റെ കയ്യിൽ ബ്ലോക്ക് ഇന്ന് അപ്പോൾ ബ്ലോക്ക് ഞാൻ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തേ അതിൽ പിന്നെ തെല്ല് മൊസറല്ല ചീസും ഇട്ട് കൊടുത്തേ അപ്പോൾ ജണ്ടും ഇട്ട് കൊടുത്തേ നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മയ്യാവോ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ഈ ഒരു ചെഡാർ ചീസ് ഞങ്ങൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കട്ടാക്കിയിട്ട് അങ്ങനെ ഇടത്തീരാ പക്ഷെ അത് മെൽറ്റ് ആവുന്നതിൽ കഷ്ടമായിട്ടിരിക്കും അപ്പോൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ആക്കിയിട്ട് ഇടണോ എന്തെങ്കിലും ചെറിയ തരിയെല്ലാം ഇക്കറ് സമാധ മെൽറ്റ് ആവില്ല നിങ്ങൾ ഇങ്ങനെ ക്രീമിലെല്ലാം മെൽറ്റ് ആക്കുമ്പോൾ അത് ഇതുപോലെ ഇത്ര ഗട്ടിയായിട്ട് ಬಂದರೆ കണ്ടല്ലേ ടേസ്റ്റ് എല്ലാം നോക്കൂ ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കറു അപ്പോൾ ഇത് ആയിത്തൂടെ ഇതുപോലെ പറഞ്ഞു ഇത്ര തിക്കിൽ വേണം ക്രീം പിന്നെ ഒന്നും കൂടി ചൂട് തന്നെയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വേണ്ട അപ്പോൾ കറക്റ്റായിട്ട് ഇക്കറ് ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രൈസ് ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എണ്ണ നല്ല ചൂടായിട്ട് വേണോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ നല്ല ചൂടായിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഫ്രൈസ് ഇട്ടങ്ങൈತೆ പിന്നെ ഇത് ഞങ്ങൾ ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഇട്ടിട്ട് ഞങ്ങൾ അപ്പമേ സ്പൂണെല്ലാം ഇട്ടിട്ട് മിക്സ് അടിമേലാക്കും അങ്ങനെല്ലാം തീരാ തിൽ നല്ല ഒരു സൈഡ് നല്ല കായിട്ട് കാഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടങ്ങൈತೆ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിലും ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് കണ്ടില്ലേ ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ എടുത്തങ്ങൈತೆ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് എടുക്കണം ഞങ്ങൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഞാൻ ചിന്ന പോലെ നിങ്ങൾ ഫ്രൈ ആക്കി എടുത്തങ്ങൈತೆ അപ്പോൾ ഇതാ ഫ്രൈസ് എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തരാ കണ്ടില്ലേ ഈ ഒരു കളറിൽ ഞങ്ങൾ ആക്കി എടുത്തങ്ങൈತೆ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഫ്രൈസും റെഡി ആയിട്ട് ക്രീമും റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ സെറ്റാക്കി എടുത്തങ്ങൈತೆ അപ്പോൾ ക്രീം ഇതാ ഇതുപോലെ ഒരു ബൗളിൽ ഇത്ര ക്രീമുണ്ട് ഇത്ര ആയിട്ട് കിട്ടിയത് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇതൊക്കെ ഞാൻ ഈ ഒരു സോസ് യൂസ് ആക്കുക ഈ ഒരു ഡ്രസ്സിങ് ഫ്രഞ്ച് ഡ്രസ്സിങ് അപ്പോൾ ഇത് ഇല്ലെന്ന് കണ്ടിങ്ങ നിങ്ങൾ മയനൈസും തെല്ല് ಇದಕ್ಕೆ വേണം അപ്പോൾ മയനൈസിಗೆ ഞങ്ങൾ തെല്ല് ഇത് ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ മയനൈസും ആ ടൊമാറ്റോ കെച്ചപ്പും നല്ല മിക്സ് ആക്കിയിട്ട് അത് തെല്ല് ക്രീം ആക്കി വെക്കറോ അതും തെല്ല് ഇത്ര മേൽകിടണം അപ്പോൾ നല്ല ടേസ്റ്റ് ആവും അതല്ലെങ്കിൽ ഈ ക്രീമുക്ക് ഞങ്ങൾ മിക്സ് ആക്കിയെങ്കിൽ ആവും ഇപ്പോൾ ഞങ്ങൾ ഈ ക്രീം ആക്കിയല്ലോ ചീസ് ക്രീമും ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ജണ്ട് പാട്ടാക്കിയിട്ട് ಅದಕ್ಕೆ ഞങ്ങൾക്ക് മിക്സ് ആക്കിയെങ്കിൽ ആവും ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ കെച്ചപ്പ് അതെല്ലാം ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് അതും ഞങ്ങൾ ഇത്ര മേൽക്കി അങ്ങനെ ഇട്ടിരുங்க ക്രീം എല്ലാം തെല്ല് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഇതാ ഇതുപോലെ സോ ಇದಕ್ಕೆ ഞങ്ങൾ ഫ്രൈസ് എല്ലാം ഉണ്ടല്ലേ ഇതുപോലെ ഒരു പാത്രത്തിൽ ഞങ്ങൾ ഏതിൽ സെറ്റ് ആക്കുക ആ ഒരു പാത്രത്തിക്ക് ഫ്രൈസ് എല്ലാം ഇടണം ಅದರ ಮೇಲ್ಗೆ ഞങ്ങൾ റെഡിയാക്കിയ ക്രീം ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈസ് ഞാൻ എല്ലാം ഇട്ടിട്ടില്ല തെല്ല് ഫ്രൈസ് ಬಿಚ್ಚಿರ ನಾನು ചെന്നനക്ക് തെല്ല് ചിക്കൻ ഇടാത്തത് ആക്കിക്കൊണ്ടു അപ്പോൾ അത് കൊണ്ടിട്ട് നിങ്ങൾ ആക്കുമ്പോഴത്തേക്ക് എല്ലാം ഒಟ್ಟಿಗೆ ഇട്ടിങ്ങೈತೆ എല്ലാ ഫ്രൈസും ചിക്കൻ എല്ലാം ഒന്നിലെ ഇട്ടിട്ട് ആക്കിങ്ങೈತೆ അപ്പോൾ ഇതാ ഇത് ഫ്രൈസ് ಬಿಚ್ಚಿರೆ ಅದರ ಮೇಲ್ಗೆ ಕ್ರೀಮು പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതാ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇട്ടിട്ട് ಅದರ ಮೇಲ್ಗೆ ഇതുപോലെ ഞങ്ങൾ ക്രീം വാപ്പസ് ഞങ്ങൾ ക്രീം ആക്കി കൊടുക്കണം നിങ്ങൾ സെറ്റാക്കുമ്പോൾ ഇതിനെക്കാട്ടി തെല്ല് വലിയ പാത്രത്തിൽ നിങ്ങൾ സെറ്റാക്കി എടുത്തേങ്ങ പക്ഷേ ഞാനിപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിലും കൂടി സെറ്റാക്കി എടുക്കറേ ചിക്കൻ ഇടാത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിൽ ചെറിയ പാത്രം എടുത്തേ അപ്പോൾ നിങ്ങൾ ആക്കുമ്പോൾ ഇതിനെക്കാട്ടി തെല്ല് വലിയ പാത്രത്തിൽ എല്ലാം ഒട്ടിಗೆ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തേങ്ങೈತೆ മേൽക്ക് തെല്ല് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുത്തേ അതിൻ്റെ മേൽക്ക് ക്രീം എല്ലാം ഇട്ടിട്ട് ഇതുപോലെ മേൽക്ക് ഞങ്ങൾ മയനൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം മയനൈസിಗೆ ഞങ്ങൾ ജണ്ട് കളറിൽ ഇപ്പോൾ ഓറഞ്ച് കളറിൽ വേണ്ടിട്ടുണ്ടെങ്കിൽ ಇದಕ್ಕೆ ನಚ್ಚಿದ പോലെ ഇത് കെച്ചപ്പ് മയനൈസിಗೆ കെച്ചപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തേങ്ങೈತೆ അതൊരു കളറിൽ പിന്നെ ഇത് ഇങ്ങനെ മയനൈസ് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള മയനൈസും ഇതുപോലെ ഇട്ട് കൊടുക്കണം മയനൈസ് ഇടണം അപ്പം നല്ല ടേസ്റ്റ് ആവും അതിൽ പിന്നെ ഞാൻ കാട്ടിയ ഡ്രസ്സിങ് ഉണ്ടല്ലേ ഫ്രഞ്ച് ഡ്രസ്സിങ് അതും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുത്തത് അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് ഡ്രസ്സിങ് ആയിട്ടിരിക്കുക ഇത് രായത്ത് കിട്ടുറങ്ങ് ഒന്നില്ല ഗൾഫിലെല്ലാം കിട്ടുന്ന കണ്ണി നിങ്ങൾ ഇത് എടുക്കറോ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക നല്ല ഗാർലിക് ഇടയത് ഇത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ട് അപ്പോൾ കണ്ടെത്തല്ലേ ഞങ്ങൾ എൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസ് കൂടെ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക ഞങ്ങൾ വറുത്ത് കിട്ടുന്നതിനെ പോലെമേ അതിനെക്കാട്ടി ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ ട്രൈ ആക്കി എടുക്കറോ അപ്പോൾ ഇത് നിങ്ങൾ സെറ്റാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നോമ്പിലെല്ലാം ആക്കുறீங்க ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ സെറ്റാക്കി എടുത്തീங்க ഫസ്റ്റിಗೆ ഇത് സെറ്റാക്കി ಬೇಕಂಡ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിന്നറ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ ഇത് സെറ്റാക്കി എടുത്തീங்க സൂപ്പർ ടേസ്റ്റ് ആവും നിങ്ങൾ ട്രൈ ആക്കി നോക്കൊരു വർക്കായെങ്കിൽ മക്കളെ ഫേവറേറ്റ് ആയിട്ടിരിക്കുക മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടിരിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ തിന്നെങ്കിൽ പിന്നെ ഇങ്ങനെ തിന്നോണ്ട് മനസ്സാവും അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുക സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ ആക്കി നോക്കറോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതായത് ಇದಕ್ಕೆ ನಾನು എടുത്ത മൈനസ് ഇതാ ഈ ഒരു മൈനസ് ഹെയിൻസ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക മൈനസ് ನಾನು ಯಾರು കൊണ്ടേ ഇതേ മൈനസ് പിന്നെ ഡ്രസ്സിങ് ഞാൻ കാട്ടിയല്ലേ ഈ ഒരു ഫ്രഞ്ച് ഡ്രസ്സിങ് ഇത് നച്ചതുപോലെ നിങ്ങൾക്ക് ഇട്ടെങ്കിൽ എടുക്കറോ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക അപ്പോൾ ಇದಕ್ಕೆ ഈ ഒരു
ലോഡഡ് ഫ്രൈസ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേർക്കില്ല, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.